ഹായ് ഫ്രണ്ട്സ്, സ്കൈ ബ്ലൂ ഡിസൈൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വെൽവെറ്റ് തുണി എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ വെൽവെറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ അളവ് ശരിയായിട്ട് കിട്ടുകയില്ല. ഇത് കൂടുതലും തുടക്കക്കാർക്കാണ് ഉപയോഗപ്രദമാകുന്നത്. ആദ്യം ഞാൻ ലൈനിങ് പീസാണ് കട്ട് ചെയ്യുന്നത്. ഈ ലൈനിങ് പീസിന് ഇതിന് ഇറക്കം നമുക്ക് വേണ്ടത് 24 ഇഞ്ചാണ്. പക്ഷേ ഇതിൽ ഈ 20 ഇഞ്ച് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം എടുത്തിട്ട് ഈ സൈഡിൽ നമുക്ക് കുറച്ച് പീസ് കിട്ടും. അത് എടുത്ത് നമ്മളിത് വെട്ടി കഴിഞ്ഞ ശേഷം എടുത്ത് ഇതിൻ്റെ താഴോട്ട് അടിച്ച് 24 ആക്കി കൊടുക്കുക. അപ്പോൾ തുണി നമ്മൾ 1 മീറ്റർ തുണി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ജസ്റ്റ് വണ്ണം 34 ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഇറക്കമുള്ള ബ്ലൗസാണിത്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പാവാട ബ്ലൗസാണിത്. അപ്പോൾ 34 ജസ്റ്റ് വണ്ണം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷോൾഡർ ഒരു 6.25 എടുക്കുന്നുണ്ട്. കൈക്കുഴിയും അതുപോലെ തന്നെ ഒരു 6.25 എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് 6.25 ഉണ്ടോയെന്ന് എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ 34ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.5 8.5 നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. തയ്യൽ തുമ്പ് 2 ഇഞ്ച് എടുത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1.5 ഇഞ്ച് ഇവിടെ ഒന്നൊരു വളച്ചൊന്ന് വേണക്ക് വരച്ചു കൊടുക്കണം. അടുത്തതായി നമുക്ക് ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്താം. ഷേപ്പ് വണ്ണം 30. 30ൻ്റെ 4 ഭാഗം 7.5 ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ 7.5 ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി എടുത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേസ്റ്റാണ് എടുക്കാനുള്ളത്. വേസ്റ്റ് ഇഞ്ച് വേണം തന്നെ നമുക്ക് വേസ്റ്റ് എടുക്കാം. അത് 8.5 ഇവിടെ നിന്ന് താഴോട്ടൊന്ന് കുറച്ച് കൊടുക്കാം. അവിടെ നമുക്കൊരു 2 ഇഞ്ച് വണ്ണം എടുത്ത് കൊടുക്കണം. തയ്യൽ തുമ്പ് എടുത്ത് കൊടുക്കണം. നമുക്കിവിടെ കുറച്ച് ഇതവിടെ നിന്ന് കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പീസ് താഴോട്ട് വെച്ച് അടിച്ചിട്ട് വേണം നമുക്ക് സ്ലിറ്റ് ഒരു 3 ഇഞ്ചിൻ്റെ ഒരു സ്ലിറ്റ് ഓപ്പൺ കൊടുക്കാനുണ്ട്. അതിന് നമുക്കിത് വെച്ച് അടിച്ചതിന് ശേഷം താഴോട്ട് അളവെടുത്ത് ചേർക്കാം. ഇതിന് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീസ് നമ്മുടെ വെൽവെറ്റ് തുണിയുടെ പുറത്ത് വെച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ചും കൂടി വേണമായിരുന്നു. അത് നമുക്ക് ഈ സൈഡിൽ നിന്ന് 4 ഇഞ്ച് എടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി ഒരു 5 ഇഞ്ച് എടുത്തു കൊടുക്കാം. ഈ 5 ഇഞ്ച് നമുക്ക് ഇവിടെ വെച്ച് യോജിപ്പിക്കണം. യോജിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. വെൽവെറ്റ് കട്ട് ചെയ്യാം. യോജിപ്പിക്കാതെയും കട്ട് ചെയ്തിട്ട് പിന്നെ യോജിപ്പിക്കാം. അതിന് ഒരു 5 ഇഞ്ചും കൂടി നമ്മൾ അധികമായിട്ട് വെൽവെറ്റിൽ എടുത്തു കൊടുത്താൽ മതി. താഴോട്ടെ ഒരു 5 ഇഞ്ച് എടുത്ത് കൊടുത്ത് അപ്പോൾ തന്നെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പീസ് ഇതിലോട്ട് വെച്ച് യോജിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഇന്ന് കട്ട് ചെയ്താലും മതി. പക്ഷെ ഞാനിപ്പോൾ യോജിപ്പിക്കുന്നില്ല. ഇത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് താഴോട്ട് 4 ഇഞ്ചും കൂടി എടുത്ത് കൊടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് വെൽവെറ്റിൻ്റെ പുറത്തോട്ട് വെച്ച് അടയാളപ്പെടുത്താം. വെൽവെറ്റിൻ്റെ പുറത്ത് ഞാൻ ഈ ലൈനിങ് പീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെൽവെറ്റ് വെട്ടുമ്പോഴത്തേക്ക് ഇത് ഓരോ പീസ് വീതം വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ 2 പീസ് വീതം മടക്കി ഇടുമ്പോഴത്തേക്ക് അതിനകത്തുള്ള തുണി അങ്ങോട്ട് മാറിയിരിക്കും. ഒരിക്കലും അത് ഒരുപോലെ 4 പീസും വരികയില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഓരോ പീസായിട്ടിട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ഇവിടുന്ന് ഇപ്പോൾ 24 നമുക്ക് വേണം, 20 ഉള്ളൂ. അപ്പോഴത്തേക്ക് 4 ഇഞ്ച് കൂട്ടി ഞാൻ എടുക്കുകയാണ്. 4 ഇഞ്ചും കൂട്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഇതേ ഷേപ്പിലല്ല ഞാൻ തുണി വെട്ടുന്നത്. നമ്മൾ ഒരു ചതുരത്തിന് അങ്ങ് വെട്ടിയെടുത്തിട്ട് പിന്നെ ഇവിടെ സെൻറ്ററൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാനൊരു 1 ഇഞ്ച് വിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തുണി ഒന്ന് പോയാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് വരും. നമുക്ക് ബാക്കി കുറച്ച് തുണി അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇവിടെയൊക്കെ. അല്ലെങ്കിൽ കൈക്കുഴിയൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. കൈക്കുഴി നമ്മൾ ഇത് വെട്ടിയിരിക്കുന്നത് പോലെ ഈ വെൽവെറ്റ് നമ്മൾ പിടിച്ച് നല്ലതുപോലെ മറ്റ് തുണികൾ വയ്ക്കുന്നത് പോലെ ചിലപ്പോൾ വെച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് വെൽവെറ്റ് നമ്മൾ വെട്ടുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും തുണി അധികമിട്ട് തന്നെ വെട്ടാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഞാനതിന് കട്ട് ചെയ്യുകയാണ്. കൈക്കുഴിയുടെ അവിടെയൊന്നും ഞാൻ വളച്ചെടുക്കുന്നില്ല. ഇവിടെ നമ്മുടെ തുണിയുടെ ഒരു അരികു ഭാഗമാണ്. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ലൈനിങ് പീസ് മാറ്റിയിട്ട് ഈ വെൽവെറ്റിൻ്റെ ഈ സെൻറ്ററിലൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് നെക്ക് ഇതിൽ അടയാളപ്പെടുത്തി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നെക്കെല്ലാം അടയാളപ്പെടുത്തി അടിച്ചിട്ട് ഇതിന് മൊത്തം അടിച്ച് നല്ല വെൽവെറ്റ് തുണിയോടൊപ്പം ഈ ലൈനിങ് പതിപ്പിച്ച് അടിച്ചിട്ട് വേണം ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ കറക്റ്റ് അളവിന് നമുക്കിത് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും കുഴപ്പം വരത്തില്ല. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ അടുത്ത പീസും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ബാക്ക് പീസാണ്. ഇനി അടുത്തതായി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അതിന് കൈക്കുഴിയുടെ അവിടെ 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. ഈ പീസ് ഇതേപോലെ നല്ല തുണിയുടെ പുറത്ത് വച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 24 ഇഞ്ച് എടുക്കുക. എടുത്തിട്ടുണ്ട്. ഇറക്കം 24 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. മറ്റേ തുണി വെട്ടിയതുപോലെ തന്നെ. കൈക്കുഴിയുടെ അവിടെ 1 ഇഞ്ച് ഇപ്പോൾ ചരിച്ച് വെട്ടി കൊടുത്തതിൻ്റെ 1/2 ഇഞ്ച് ഇറക്കി വെട്ടി കൊടുത്തതിൻ്റെ കാര്യം പിന്നെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. ഇതുപോലെ ഇവിടെ ഒന്ന് വെട്ടിയെടുക്കുക.
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പണിലുള്ള 1 ഇഞ്ച് എടുക്കുന്നത്. കാര്യം ഇവിടെ തുണി നമ്മൾ ബാലൻസ് വെച്ച് അടിക്കാനുള്ളത് കൊണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് അളവ് എടുത്ത് അവിടെ നിന്ന് ഇതേപോലെ വരച്ച് 1 ഇഞ്ച് നമ്മൾ ചുരിദാർ ടോപ്പൊക്കെ അടിക്കും പോലെ 1 ഇഞ്ച് എടുത്ത് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഈ കട്ടിങ്ങിൻ്റെ അവിടെ കറക്റ്റായിട്ടത് കിട്ടും. ഇവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററിൽ വേണം ഈ ലൈനിങ് പീസ് ഇത് കണക്ക് വെച്ച് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്കൊന്ന് കഴുത്തകലം അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ കഴുത്തകലം കറക്റ്റായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ആ വരയിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ ചിലപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ട് കുറച്ചൊന്ന് മലർന്നു പോകും, അങ്ങനെയൊക്കെ വരും നമ്മൾ അടിച്ച് മറിച്ചിടുമ്പോഴത്തേക്ക്. ഇത് കറക്റ്റ് നമ്മൾ ലൈൻ അതിൻ്റെ കറക്റ്റ് നെക്കിൻ്റെ അളവെടുത്തിട്ട് ലൈൻ വരച്ച് അതിൻ്റെ പുറത്തു കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ മലർന്നു പോകത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. അപ്പോഴത് ഒരു 2.5 ഇഞ്ചൊക്കെ മതിയാവും. 34 ചെസ്റ്റ് ആയതുകൊണ്ട് 2.5 ഇഞ്ച്. അപ്പോഴത്തേക്ക് എന്താ ഒരു 5 ഇഞ്ച് മൊത്തം ഒരു 5 ഇഞ്ച് പിന്നെ കഴുത്തകലം കിട്ടും. അല്ലെങ്കിൽ ഒരു 5.5 ഇഞ്ച് എടുത്ത് കൊടുക്കുക. കാരണം ബേക്ക് നമുക്ക് ഓപ്പൺ 1 ഇഞ്ച് അപ്പുറം ഒന്ന് മടക്കി കൊടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നല്ലൊരു പിടുത്തം കിട്ടും. അതുകൊണ്ട് ഒരു 5.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2.25 ഇഞ്ച് എടുത്ത് കൊടുക്കണം. 2.25 ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് ഒരു നെക്ക് ഇറക്കം ഒരു 6 ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. എനിക്ക് ഇടയ്ക്ക് താഴോട്ട് അടിച്ച് നിവർത്തി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ താഴോട്ട് വരികയില്ല. ഇവിടെ ഒന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് എന്ത് നെക്കാണോ വേണ്ടത് അത് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ചെറിയ റൗണ്ടല്ല, ഒരു ഷേപ്പിന് ഇങ്ങനെ ഒന്ന് വരച്ച് അതേപോലെ ചോക്ക് വരച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിങ് ഈ നമ്മുടെ നെക്ക് അകലത്തിൻ്റെ എടുത്തില്ലേ, ഇവിടെയും ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തമ്മിലൊന്ന് മടക്കി കൊടുക്കുക, അകത്തോട്ട് പിടിച്ചൊന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ. ഇപ്പോൾ നമ്മൾ ആ ചോക്കിട്ട് വരച്ചതിന് മറുവശവും വരുന്നതായിരിക്കും. അത് ആ വരയിലൂടെ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും നെക്ക്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്താ ഇതേപോലെ കിട്ടും. അവിടെ ഒന്ന് നമുക്ക് ഏത് ഷേപ്പാണോ കൊടുക്കാനുള്ളത് ആ ഷേപ്പ് കൊടുത്ത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇവിടെ ഒന്ന് ശകലം പടർന്നു പോയി, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കി സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ബോഡി. ഇനി അടുത്തത് ബോഡി കട്ടിങ്. സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇറക്കമുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്, കൈമുട്ട് വരെ. അതിനൊരു 12 ഇഞ്ച് ആവശ്യമാണ്. നമുക്ക് തുണിയൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം. സ്ലീവിൽ ഞാൻ ലൈനിങ് വയ്ക്കുന്നില്ല. സ്ലീവിൽ ലൈനിങ് വയ്ക്കുന്നില്ല. പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ വീതി താഴോട്ട് തുണിക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് താഴോട്ട് പിടിച്ച് വയ്ക്കാം. ഒരു 12 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 11 ഇഞ്ചൊക്കെയാണ് നമ്മുടെ കൈയുടെ മുട്ട് വരെയുള്ള ഇറക്കം. ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് 11 തന്നെ കിട്ടും. അതായത് ഇവിടെ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൈ റൗണ്ട് ഒരു
6.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ എടുക്കാം. ഇതവിടെ നിങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇത് വെൽവെറ്റിൽ നമ്മുടെ ചോക്ക് തെളിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇവിടെ നിന്ന് വളച്ച് വരച്ചു കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ കട്ടിങ് കൊടുക്കാം. കാര്യം ഇതിൻ്റെ സെൻറ്റർ അറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒരു പാവാട ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നതാണ്. താങ്ക് യു.